ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയല്ലോ, അപ്പോൾ ഒന്ന് പുറത്ത് പോയി. അപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് കരുതി വന്നതാണ്. എല്ലാ മക്കളും വെക്കേഷനായി, എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടുമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിന്ന് പോകുന്നത് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്താണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് ടൂറിസം പദ്ധതി വഴി ഇപ്പോൾ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് വന്നു. അപ്പോൾ ചുമ്മാ വെറുതെ ഇരിക്കല്ലേ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് കരുതി പോയതാണ്. ഡോറയുടെ പ്രയാണത്തില് ഡോറ വേഗം നോക്കി പോകുന്ന പോലെ പോവുകയാണ്. എന്റെ പുറകിൽ നിന്ന് ബാക്കി എല്ലാവരും ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, വെള്ളം കൊണ്ടുപോയില്ലെങ്കിൽ പുറത്തിറങ്ങി കുറച്ചു ദൂരം നടക്കുമ്പം വെള്ളം അത്യാവശ്യം വരും. എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടുണ്ട്. ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് കാടല്ല, എളുപ്പ വഴി നോക്കി പോയതാണ്. റോഡ് വഴി പോകണമെങ്കിൽ കുറച്ചുകൂടെ ദൂരം കൂടുതലുള്ളത് കൊണ്ട് ഇട റോഡ് വഴി പോവാന്ന് കരുതി. പോയത് വൈകുന്നേരമാണ്. അതുകൊണ്ട് വലിയ വെയില് ഇതൊന്നും ഇല്ലായിരുന്നു. ഈ കുട്ടി കുറുമ്പന്മാരെ കൊണ്ടുപോയാൽ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് അതിൽ കയറി പിടിക്കണം, എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പിന്നെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും തോറും മോൻ ചോദിക്കുന്നുണ്ട്, എപ്പോൾ എത്തും അമ്മ, എത്താറായെന്നൊക്കെ. പക്ഷെ അവനെ അറിയാം, അടുത്ത് എവിടെയാണെന്നറിയാം. ഇത്ര അടുത്തായിരുന്നിട്ട് നമുക്ക് പോലും അറിഞ്ഞൂടായിരുന്നു കേട്ടോ, ഇത് ഈ തേര് കയറി മുകളിലെത്തുമ്പോൾ ഉള്ളതാണെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. സത്യം പറയാല്ല, നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് പോലും ഇല്ല. ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ദൂര സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് മക്കളെയൊക്കെ കൊണ്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലമല്ലേ. എന്തായാലും വെള്ളം കൊണ്ടുപോകുന്നത് നന്നായി തോന്നി. എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ എന്തായാലും തളർന്നു പോവും. അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ആയിട്ടില്ല. കട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം വരും എന്നാണ് തോന്നുന്നത്. പിന്നെ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച കയറാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. സ്റ്റെപ്പിന്റെ കാര്യമൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടില് അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു, കുറേ സ്റ്റെപ്പ് ഉണ്ട്, എനിക്ക് കയറാൻ പറ്റൂല എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നി അത്ര പാടുള്ള സ്റ്റെപ്പല്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ പടി കയറി കുറച്ച് മുകളിലെത്തുമ്പോൾ കുറച്ച് വലിയൊരു സ്പേസ് ഉള്ള പടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ വലിയ മുതിർന്ന ആൾക്കാർ, അമ്മ, നമ്മളെ അച്ഛൻ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ തളർന്നു പോയാലും കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. വ്യൂ പോയിന്റ്, നമ്മളെ ചെറിയ ഗ്രാമം മൊത്തം അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചു. നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ മുകളിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പൊ നമ്മൾ പോയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എവിടെ പോയാലും നമ്മൾ മാത്രമാകുമ്പോൾ അതൊരു രസം അല്ല, ഒരു എൻജോയ്മെന്റ് അല്ലായിരിക്കും. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നാലേ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് വരുള്ളൂ, അല്ലേ? ഇത് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഒരു വൈബ്, ഒരു പ്രത്യേക വൈബ് വരില്ലേ, കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ് ഉണ്ടായിരിക്കും, അല്ലേ? എന്തായാലും മുകളിലും എല്ലാ പണിയും പൂർത്തിയായിട്ടില്ല, ഇനി എന്തൊക്കെയുണ്ട്. അപ്പൊ ഇനിയും ഇതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും കാണാനും. പാപി ചെല്ലണം പാതാളം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് വളരെ കറക്റ്റാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. എന്തെന്ന് വെച്ചാൽ നമ്മൾ പോയതിൻ്റെ പറയാൻ വയ്യ, അത്രയ്ക്ക് മഴയായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്യാന്ന് കരുതി പോയതായിരുന്നു. പക്ഷേ ഒരു 10ഓ 15ഓ മിനിറ്റ് മാത്രമേ പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു. ഭാഗ്യം അതെങ്കിലും ഉള്ളത് ഭാഗ്യമായി. പിന്നെ 2 കുടയും കൂടെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് മഴ നനയാതെ രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.